സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് കനത്ത പോളിംഗ് ശതമാനം ഉയർന്നത് രാഷ്ട്രീയ പാർട്ടികളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ബീഹാറിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇത്രയധികം പോളിംഗ് കൂടിയ ചരിത്രമില്ല. പോളിംഗ് ശതമാനം കൂടിയത് കോൺഗ്രസ് RJD സഖ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ സ്ത്രീ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയത് കോൺഗ്രസിന് അനുകൂലമാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ പല കാര്യങ്ങളും ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. ഇക്കുറി കോൺഗ്രസ് BJP പ്രചരണ പോരാട്ടത്തിനാണ് ബീഹാറിലെ മണ്ണ് സാക്ഷ്യം വഹിച്ചത്. താഴെത്തട്ടിലിറങ്ങിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രചരണം. RJDയുടെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയുള്ള പ്രചരണവും തുടക്കം മുതലേ ജനങ്ങളെ ആവേശത്തിലാഴ്ത്തി. സ്ത്രീകൾക്ക് മാസം 3000 രൂപയാണ് തേജസ്വി യാദവ് വാഗ്ദാനം ചെയ്തത്. കൂടാതെ തൊഴിലില്ലായ്മയ്ക്ക് ഉടൻ പരിഹാരം എന്നിങ്ങനെയുള്ള നീണ്ട പ്രചരണ വാഗ്ദാനങ്ങൾ ജനങ്ങളെ ആവേശം കൊള്ളിച്ചുവെന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസ് RJD പ്രചരണത്തിൽ വെറിപൂണ്ട് BJP-JDU സഖ്യം മോഡിയെയും അമിത്ഷായെയും JP നദ്ദയെയും പ്രചരണത്തിലിറക്കി. ഇതുവരെയുള്ള നിലവിലെ സ്ഥിതി അനുസരിച്ച് കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണ് ബീഹാറിൽ നിലനിൽക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നിതീഷ് കുമാറിന്റെ ഭരണത്തിൽ മനമടുത്ത ജനങ്ങൾ തിരിഞ്ഞു ചിന്തിച്ചുവെന്ന് വേണം കരുതാൻ. അതാണ് പോളിംഗ് ശതമാനം കൂടിയതെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക.